കല്യാണ നിശ്ചയം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നന്ദനയും മറ്റുള്ളവരും. നടന്ന സംഭവങ്ങൾ മുത്തശ്ശിയോട് വിവരിക്കുന്ന നന്ദന. മനീഷിന്റെ ദുർനടപ്പിനെതിരെ പ്രതികരിക്കുന്ന സുമിത്ര. നന്ദന കല്യാണ തീയതി ഹരിപ്രസാദിനെ അറിയിക്കുന്നു. നന്ദനയും ഹരിപ്രസാദും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം കേൾക്കുന്ന പ്രതാപവർമ്മ. നന്ദനയുമായുള്ള ഭാവി ജീവിതത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഹരിപ്രസാദ്. ഹരിപ്രസാദിനെ വിളിക്കാൻ പ്രതിഭയോട് ഫോൺ ചോദിക്കുന്ന നന്ദന. ഇനി തുടർന്ന് കാണുക. ഹോട്ടലിലോ? എന്താ പേടിയുണ്ടോ? അതല്ല, പരിചയമില്ലാത്ത സ്ഥലത്ത്. അതിനാണ് ഫ്രണ്ട്സ് കൂടെയുള്ളത്. എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. പിറ്റേന്ന് നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല താൻ? എന്നിട്ട് എന്തൊരു ഉത്സാഹമില്ലാത്തത്? രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ടാണോ? അത് കഴിഞ്ഞ് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് മാലയിടാം. എന്താ ഹരിയേട്ട എങ്ങനെ? ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമെന്നുള്ള ഭയമാ എനിക്ക്. ഒരു തടസ്സം ഉണ്ടാവില്ല. ഉദയനിരുന്ന് പുറത്ത് ചാടുന്നതിന്റെ റിസ്ക് മാത്രം നന്ദന ഏറ്റെടുത്താൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. എങ്ങനെ ഞാൻ വരാം? അല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ. ഇത്തവണ രക്ഷപ്പെട്ടിരിക്കും നമ്മള്. അധികം സംസാരിച്ച് വെറുതെ തന്റെ അമ്മായിക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ട. ബാക്കി ഇനി വിളിക്കുമ്പോ. ശരി. എന്നും ഇങ്ങനെ അത്താഴം വിളമ്പി വെച്ചിട്ട് മനീഷേട്ടനെ കാത്തിരിക്കണമെന്നുണ്ടോ? അമ്മയ്ക്ക് ചെന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ? വീടും തുറന്നിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയോ? വാതിൽ ചേർത്ത് അടച്ചേക്കണം. വരുമ്പോ തുറന്ന് കയറാലോ. അല്ലെങ്കിൽ വീട് തുറന്നിരുന്നാൽ എന്താ? കള്ളന്മാർക്ക് എടുത്തോണ്ട് പോവാൻ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുമല്ലോ ഇവിടെ. നീയൊക്കെ ഉള്ളിടത്ത് വിലപിടിപ്പുള്ള ഒരു സാധനവും കാണില്ല. അത്രയ്ക്ക് ഐശ്വര്യമാണല്ലോ. കിടപ്പാട് നഷ്ടപ്പെട്ടത് ഞാനുള്ളപ്പോഴല്ലോ. വിസ്തരിക്കാനുള്ള പുറപ്പാടാ നീ? ഞാനൊന്നും പറയുന്നില്ല. ഈ ചെറുക്കനെ കാണുന്നില്ലല്ലോ. 7:30 കടയടച്ചിട്ട് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. കട 7:30 അടച്ചു കാണും. വീട്ടിലെത്തിയില്ലെന്നേ ഉള്ളൂ. മനീഷേട്ടൻ്റെ അടുത്ത് അമ്മ ദേഷ്യപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പിന്നെ അവന്റെ തോന്നിയാസമൊക്കെ കണ്ടില്ല എന്ന് അടിച്ച് ഞാൻ മിണ്ടായിരിക്കണം? അമ്മ ഇത്ര നാൾ മിണ്ടിയിട്ട് എന്ത് ഗുണമുണ്ടായി? അമ്മ ഇവിടെ ഇരുന്ന് ഞാനൊരു കാര്യം പറയാം. വാ ഇരിക്ക്. ചേട്ടന് മൂക്കേറിയിടാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുണ്ട്. രാത്രി തോന്നുമ്പോഴുള്ള വരവും കൂട്ടും ഒക്കെ നിൽക്കും. കച്ചവടത്തിലും ശ്രദ്ധിക്കും. ഇതിലും വലിയ പുള്ളികൾ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെയാണ് മനീഷേട്ടൻ. എന്താ നീ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചെങ്കിൽ പറയൂ. കല്യാണം. കല്യാണോ? ആ, മനീഷേട്ടനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാമോ? ഇപ്പോഴത്തെ രീതികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. അമ്മയെന്തോന്നും മിണ്ടാത്തെ? ഇപ്പോഴത്തെ ചുറ്റുപാടിൽ മനീഷിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ ചുറ്റുപാട് മാറാൻ വേണ്ടിയാ അങ്ങനെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ മനീഷിനെ കല്യാണം കഴിക്കാനുള്ള പ്രായം ആയിട്ടില്ലെന്നാണോ അമ്മ പറയുന്നത്? അതും ഒരു കാര്യ. ആൺകുട്ടിയല്ലേ, 1-2 വയസ്സൂടെ കഴിയാതെങ്ങനാ? ഈ പോക്ക് പോയ 2 കൊല്ലം കഴിയുമ്പോ ചേട്ടന്റെ അവസ്ഥ എന്തായിരിക്കും? അതൊന്നും ആലോചിക്കേ. ഇപ്പോഴാവുമ്പോ പറയാനൊരു ലേബലുണ്ട്. ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരാലോചന നടത്താൻ ആ അഡ്രസ് ധാരാളോ. ബിസിനസ് നടത്തുന്നു പറഞ്ഞാൽ മതിയോ? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ? ഇപ്പോഴത്തെ പോലെ മതിയോ? പുതുപ്പെണ്ണ് വരുന്നത് കൈയും വീശിയാണോ അമ്മേ? കയ്യിലും കഴുത്തിലും ഉള്ളത് കൂടാതെ പണമായിട്ടും ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കും. അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ഭർത്താവിന് ഒരു കാറ് സമ്മാനിച്ചെന്നിരിക്കും.
അല്ലാതെ ദാരിദ്ര്യത്തിൽ നിന്ന് പെണ്ണ് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നാത്തുനായി വരുന്ന പെണ്ണിന്റെ സ്ത്രീധനത്തിലാ നിന്റെ നോട്ടം. അത് കിട്ടിയിട്ട് നീ കുറെ ഉണ്ണു. ദേ, എനിക്ക് ഉണ്ണാൻ വേണ്ടിയിട്ടല്ല, അമ്മയുടെ മുൻ നേരായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിന് വേറെ വ്യാഖ്യാനം. ആഹാ, മോള് കിടന്നില്ലായിരുന്നു. സമയം അധികം ഒന്നും ആയില്ലല്ലോ കിടക്കാൻ. അച്യുതേട്ടൻ എവിടെയെങ്കിലും പോയിട്ട് വരികയാണോ? ഞാൻ ജംഗ്ഷനിലുണ്ടായിരുന്നു സുമിത്രേ. മനീഷിനെ കണ്ടോ? ഇല്ല. അവൻ ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് വിളിച്ചോ സുമിത്രേ? വിളിച്ചില്ല. എന്താ അച്യുട്ട പ്രശ്നം? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തോ കാര്യമുണ്ട്. മനീഷിന് എന്തെങ്കിലും പറ്റിയോ? ചേട്ടനും വല്ല അപകടം? ഏയ് ഇല്ലെന്നേ. പിന്നെ എന്താന്ന് പറഞ്ഞേ? അതേ, ഈ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് പറയുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാ എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? മനുഷ്യന്റെ കടയിൽ ലൈല എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു, സെയിൽസ് ഗേളായിട്ട്. ലൈലയോ? അറിഞ്ഞൂടാ. ആ, എന്നാ ഉണ്ടായിരുന്നു. അതൊക്കെ സുമിത്ര അറിയാതെ പോയതാ ഈ തകരാർ. മനീഷിന് എന്ത് പറ്റിയെന്ന് പറ അച്ചുവേട്ടാ. അവൻ കുടുങ്ങി. ഇപ്പറഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ നേരത്ത് നമ്മുടെ മനീഷിനെ നാട്ടുകാരി പൊക്കിയെന്ന്. അവളുടെ മുറിയിൽ രണ്ടുപേരെ ഒന്നിച്ച് കയ്യോടെ പിടികൂടുകയായിരുന്നു. ആ, മനീഷയെ രക്ഷപ്പെടാൻ നോക്കിക്കാണും. ആൾക്കാർ വിടുവോ? വളഞ്ഞു വെച്ച് വലയിലാക്കിയതല്ലേ. ആ, അവള് ക്ഷണിച്ചിട്ടാ പോലും മനീഷ അവിടെ പോയത്. ഇത് സ്ഥിരം പരിപാടിയായിരുന്നെന്നും കേൾക്കുന്നു. ആ, എന്തായാലും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടടി കൊടുത്തിട്ട് പയ്യനെ വിട്ടയക്കായിരുന്ന വേണ്ടില്ലായിരുന്നു. മേല് നോവുന്നത് 2 ദിവസം കൊണ്ട് മാറും, നാണക്കേട് 4 ദിവസം കൊണ്ടും മാറും. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. നാട്ടുകാര് പണി പറ്റിച്ചില്ലേ? ആ പെണ്ണിനെ കെട്ടിക്കോളാവെന്ന് മനീഷിനെ കൊണ്ട് നാട്ടുകാർ സമ്മതിപ്പിച്ചു. ആ, അങ്ങനെ പ്രതിജ്ഞ എടുത്തപ്പോഴായിരിക്കും തല്ലി നിർത്തിയത്. എന്തായാലും ലൈലയെ നമ്മുടെ ചക്കം കെട്ടിയേ പറ്റൂ. ആ, വല്ലാത്തൊരു കുരുക്കായി പോയി. അപ്പോഴേ ഞാൻ ഈ വിവരം ഒന്ന് പറയാൻ വന്നതാ. ചെല്ലട്ടെ, വീട്ടിൽ തിരക്കും. ആ, കഥ കടച്ചിട്ട് നിങ്ങൾ അങ്ങ് കിടന്നു.
ഹരേട്ടാ, ഞാനാ. വിളിക്കുന്നത് നന്ദനയുടെ ഫോണിൽ നിന്നല്ലാത്തതുകൊണ്ട് തന്റെ ശബ്ദം കേൾക്കുന്നവരൊരു ടെൻഷനാ. അമ്മായിക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഇതുവരെ സംശയമൊന്നുമില്ല. എപ്പ ഫോൺ ചോദിച്ചാലും തരും. എന്റെ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചത് അമ്മയുടെ ഹസ്ബൻഡ് അല്ലേ, അതുകൊണ്ടായിരിക്കും. 2 ദിവസം കൂടി മതി നന്ദന ഈ ഒളിച്ചു കളി. മറ്റന്നാൾ നമ്മൾ പോവും. മറ്റന്നാളോ? അതെ, കൂട്ടുകാരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവർക്കെല്ലാം സൗകര്യം അന്നാണ്. എന്താ, തനിക്കെന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഏത് ദിവസമായാലും എനിക്ക് ഒരുപോലെയോ. അപ്പൊ നാളെ കഴിഞ്ഞ് ഫിക്സ് ചെയ്യുന്നു. താൻ രാവിലെ കഴിയുന്നത് നേരത്തെ ഉദയനൂരിൽ നിന്ന് ഇറങ്ങണം. അവരോട് എന്തു പറഞ്ഞിറങ്ങും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. കാറുമായി ഞങ്ങൾ കാത്തു നിൽക്കും. നന്ദന എത്തിയാൽ ഉടൻ പുറപ്പെടുന്നു. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ മതി, എല്ലാം കുഴപ്പമാവും. അല്ല, എവിടെ വെച്ചാ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞില്ല. താൻ എത്തിച്ചേരേണ്ട സ്ഥലം, സമയം 2 ഇനി വിളിക്കുമ്പോൾ പറയാം. നാളെ ഏകദേശം ഈ സമയത്ത് തന്നെ വിളിച്ചോളൂ. ഓക്കെ? ശരി. രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലേ അമ്മേ? ഇത്ര സമയമായിട്ടും അടുപ്പിൽ തീ പോലും കൂട്ടിയില്ലല്ലോ. അടുപ്പിലൊരു ചിത കൂട്ടിയാലൊന്ന് വിചാരിക്കാം ഞാൻ. എനിക്ക് ചാടി ചാവാൻ. നേരം വെളുത്ത് ഒന്നും അറിയാത്ത പോലെ നീ എന്താടി ഓരോന്ന് ചോദിക്കുന്നേ? മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പേടിച്ചിരിക്കുക ഞാൻ. മനുഷ്യന്റെ കാര്യം ഇപ്പോ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? ഇനി പോലീസുകാരെപ്പോഴാ കയറി വരുന്നെന്ന് ആർക്കറിയാം? അതെന്തിനാ പോലീസ് വരുന്നത്? വരുന്നുണ്ടാൻ. ഈ കണ്ടവന്റെ കൂടെ പോയ സമയത്തും പനക്കിലെ പലതവണ പോലീസ് കയറി വന്നു. ചാടിപ്പോകുന്നവർക്കും വേലി പൊളിക്കുന്നവർക്കും അതൊന്നും അറിയണ്ടല്ലോ. മനീഷേണ്ണൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിനാ? ചത്തമുണ്ടോന്ന് അറിയാനോ? 3 മക്കളെ പ്രസവിച്ചു, 4 എണ്ണത്തിനെ വളർത്തി. ഇതുവരെ മനപ്രയാസം അല്ലാതെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ പഠിച്ചോള് ആദ്യം പൊടിയും തട്ടി സ്ഥലം വിട്ടു. പിന്നെ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുത്തിനെ അജ്ഞാതവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. മുതലും പലിശയും ചേർത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. കുടുംബത്തിന് താങ്ങാവൂന്ന് പ്രതീക്ഷിച്ചിരുന്നവൻ ഇപ്പൊ ഇങ്ങനെയായി. വല്ലാത്തൊരു ശിക്ഷയായത്. ഒരുത്തി പഠിക്കാനെന്നും പറഞ്ഞ് അന്യദേശത്ത് പോയിട്ടുണ്ട്. അവളിനി എന്തൊക്കെയാണ് അവ ഒപ്പിക്കുന്നത്? അമ്പിളിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അമ്മേ? ഊശട്ടെ, അങ്ങനെ വലുതും അറിഞ്ഞ കൊല്ലും ഞാൻ അവളെ. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തല്ലും ചീത്തം കിട്ടിയിരിക്കുന്നത് അമ്പിളിക്ക. അതുകൊണ്ട് അവള് ചതിക്കില്ല. രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിച്ചൂടാ. അതാ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചത്. മാവിരിപ്പുണ്ട്, ദോശ ഉണ്ടാക്കി വേണേ കഴിക്കേ. നിക്ക്. അല്ലേ, ഞാൻ ഉണ്ടാക്കിത്തരാം. പിന്നൊരു കാര്യം, എന്റെ ഫോൺ എടുക്കോ മനീഷിനെ വിളിക്കോ ചെയ്യരുത്, പറഞ്ഞേക്കാം.
വിദ്യാർത്ഥി. എന്തൊക്കെയുണ്ട് പ്രതിഭേ വീട്ടു വിശേഷം? ഓ, പ്രത്യേകിച്ച് എന്താ ഏട്ടത്തി, കല്യാണം എടുത്തു വരില്ലേ? അതെ. വിദ്യാർത്ഥിക്ക് കേൾക്കണോ? കുറച്ച് സ്വർണം മാറ്റി വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് നന്ദനയ്ക്ക് ഒരു താല്പര്യമില്ല. ഇങ്ങനെയുണ്ട് പെൺകുട്ടികള്. കല്യാണം കഴിയുമ്പോ ഈ സ്വഭാവം മാറുമായിരിക്കും അല്ലേ? തീർച്ചയായും മാറും. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ വകയായി ആഭരണങ്ങൾ എന്തെങ്കിലും നന്ദനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. എത്ര പവൻ കൊടുക്കണം വിദ്യാർത്ഥി? ഇതെന്ത് ചോദ്യ പ്രതിഭേ? ചോദിച്ചറിഞ്ഞിട്ടാണോ വിവാഹ സമ്മാനം കൊടുക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയൊന്നും കൊടുത്തില്ലേലും വിരോധമില്ല. കൊടുക്കാതിരിക്കാനോ? നന്ദനയുടെ കല്യാണത്തിനോ? പിന്നെന്തിനാ ഞാൻ അമ്മായിയാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? എനിക്ക് എന്റെ മാലയൊന്നും മാറണം. ഒരു ജോഡി സ്വർണ്ണക്കൊലുസ് വാങ്ങാൻ രഘുവേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. നന്ദനയും കൊണ്ട് പന്തലിറങ്ങണ്ടല്ലേ? പിന്നൊരു കാര്യം, കല്യാണ പെണ്ണിനെ പന്തലിലേക്ക് വിളക്കുമായി നയിക്കുന്നത് പ്രതിഭമായി ആയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അല്ല, വിദ്യേട്ടത്തി എന്തോ സംസാരിക്കാനായി ഇങ്ങോട്ട് വിളിച്ച് കോളാ. എന്നിട്ട് ഞാൻ വായ തോരാതെ അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്റെ ഒരു കാര്യം, സന്തോഷം കൊണ്ടാട്ടോ. ഉദയന്നൂര് ഞാൻ വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന കല്യാണമല്ലേ, അതിന്റെ ഒരു ത്രില്ലാണേ. മനസ്സിലായി പ്രതിഭേ. ഞാനവിടെ ഇല്ലെങ്കിൽ എന്താ, പ്രതിഭയുണ്ടല്ലോ എന്റെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ. അതൊരു സമാധാനമാ. ആ, നന്ദനയുണ്ടോ അടുത്ത്? അത് ഞാൻ മറന്നു. നന്ദനേ, മോളെ നന്ദനേ. അതെ, ഇന്നലെ ഞാൻ നോക്കിയപ്പോ വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ രഹസ്യമായി മടക്കി ഭദ്രമായി എടുത്തു വെക്കുക. ഒന്നും ആരും കാണുന്നില്ലെന്നാ വിചാരം. പോകുമ്പോ കൊണ്ടുപോകാനാണേ. എവിടെ പോകുമ്പോ? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ. ഉദയൻ എന്തായാലും ഭാഗ്യവാനാ. നന്ദനെ ഒരിക്കലും കാശ് കണ്ടമാനം ചെലവാക്കുന്ന ഒരു ഭാര്യയായിരിക്കില്ല. അമ്മായി വിളിച്ചോ? ഞാനല്ല, നന്ദനയുടെ അമ്മയെ വിളിച്ചത്. വിദ്യാർത്ഥി, ഞാൻ നന്ദനയുടെ കയ്യിൽ കൊടുക്കുവാണേ. ആ, ദാ അങ്ങോട്ട് മാറിന്ന് സംസാരിച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാറിത്തരാം. നിങ്ങൾ അമ്മയും മോളും കൂടെ സംസാരിക്കുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത്? അതൊക്കെ ചീപ്പായ കാര്യമാ. സംസാരിച്ചോട്ടോ. ഹലോ അമ്മേ. ആ, പ്രതിഭ പോയോ മോളെ? ആ, പോയി. ഹരിപ്രസാദ് പിന്നെ വിളിച്ചോ മോളെ? എങ്ങനെയാ കാര്യങ്ങൾ? മറ്റന്നാൾ പോകാനാ ഉദ്ദേശിക്കുന്നത്. മോൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് സംസാരിച്ചില്ലേ? ഉണ്ട്. ഹരിയേട്ടന്റെ കൂട്ടുകാരുണ്ട് സഹായത്തിന്. ദേ, മറ്റൊരാളൊന്നും അറിയാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാ. പുറപ്പെടുന്നതിന് മുമ്പ് എന്നെ പോലും വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തെത്തിയിട്ട് ഹരിയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. കേൾക്കുന്നുണ്ടോ? ഉണ്ടമ്മേ. മറ്റുള്ളവർ അറിഞ്ഞും കേട്ടും വരുമ്പോഴേക്കും നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ, എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കും മോളെ. എപ്പോഴും മനസ്സുരുകി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. കണ്ണൻ നമ്മളെ കൈവിടില്ല. അമ്മേ, ഇനി എന്നാ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. എങ്ങനെയും രക്ഷപ്പെടുക. നമുക്കെന്നായാലും കാണാലോ. ആ, ഇനി അധികം നേരം സംസാരിക്കുന്നില്ല. പ്രതിഭയ്ക്ക് എന്തേലും സംശയം തോന്നിയാലോ? വെക്കട്ടെ മോളെ? ശരി അമ്മേ. ശരി മോളെ. അമ്മേ,
അമ്മേ, എന്താ? മനീഷേട്ടനെ കിട്ടിയോ വിളിച്ചിട്ട്? ആരെയാ? നീ എന്താ ചോദിക്കണേ? ഈ വീട്ടിലിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്തിനാ അമ്മ ഒരു ഒളിവും മറവും? അമ്മ മനീഷേട്ടനെ വിളിക്കാൻ വേണ്ടിയാ തുണി നനയ്ക്കാനെന്ന പേരും പറഞ്ഞ് ഇവിടേക്ക് വന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് കിട്ടിയോ? ഫോൺ സ്വിച്ച് ഓഫാ. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാലോ? അമ്മ ഒന്നും ചെന്ന് അന്വേഷിക്കേ. എവിടെ എവിടെ പോയി തിരക്കാനാ ഞാനവനെ? കടയില്. ചേട്ടൻ എന്തായാലും കടയിൽ വരാതിരിക്കില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ മടി കാണും. ചിലപ്പോ നമ്മളെ കിടത്തിന് ശരിയാണോന്നില്ല.